വീര സവർക്കറുടെ കഥ പറയുന്ന സ്വതന്ത്ര വീർ സവർക്കർ റിലീസായി. ആദ്യ ദിനം തന്നെ ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. കൊച്ചിയിൽ നിന്നും കിരൺകുമാർ ചേർന്നുണ്ട്. കിരൺ, പ്രേക്ഷകരുടെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാണ്? വിഷ്ണു, വീർ സവർക്കർ എന്ന ചിത്രം റിലീസായിരിക്കുകയാണ്. അതിൻ്റെ ആദ്യ പ്രദർശനം കൊച്ചിയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും വലിയൊരു പ്രതികരണം തന്നെ, അതായത് മികച്ചൊരു പ്രതികരണം തന്നെയാണ് ഇത് കണ്ടിറങ്ങിയ പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത്. ഏതായാലും ഈ ചിത്രം ഇറങ്ങിയ ആളുകളുണ്ട്, അവരോട് തന്നെ ചിത്രത്തിൻ്റെ അഭിപ്രായം ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു ചിത്രം? നല്ല പടമായിരുന്നു. ഇദ്ദേഹത്തെ പറ്റി നല്ലൊരു റെഫറൻസ് ആയിരിക്കും ഈ ചിത്രം. ഭഗത് സിംഗിന്, അതുപോലെ സുഭാഷ് ചന്ദ്രബോസിനൊക്കെ ഇൻസ്പിറേഷൻ ആയിരുന്നു ഇദ്ദേഹത്തിന്. വേണ്ടത്ര പരാമർശിക്കപ്പെട്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ ഇത് വളരെ നന്നായി അദ്ദേഹത്തിനോട് പൂർണ്ണമായും നീതി പുലർത്തി എടുത്തിട്ടുണ്ട് ഈ സിനിമ. അതോടൊപ്പം തന്നെ ഈ ചരിത്രത്തിൽ വളരെയധികം തമസ്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ. അദ്ദേഹത്തിന്റെ ജീവിതകഥ ഇങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു പുതുതലമുറക്ക് എത്രമാത്രം ഗുണകരം? പുതുതലമുറ കഴിയുന്നിടത്തോളം ആളുകളെ നമ്മൾ ഈ ചിത്രം കാണിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പലതും മറച്ചു വെപ്പിക്കപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതൊരു നല്ല റെഫറൻസ് ആണ്. അദ്ദേഹത്തെ പറ്റിയുള്ള ഏതാണ്ട് എല്ലാ ഭാഗവും തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഏതായാലും ചേട്ടാ, ചിത്രം ഇപ്പോൾ കണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ അറിഞ്ഞിരുന്ന ചരിത്രം അല്ലെങ്കിൽ ഇപ്പോൾ അറിയാത്ത പുതിയ കാര്യങ്ങൾ എന്തെല്ലാം അങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ ചിത്രം? തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധനയായതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി വായിച്ചിട്ടുള്ളത് കൊണ്ടും നമുക്കത് ഈ ചിത്രം അത് ഏതാണ്ട് തനി ആവർത്തനം തന്നെയാണ്. അതിലെ എല്ലാ ഭാഗങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന എല്ലാ ഏടുകളും ഇതിൽ കൃത്യമായി പകർത്തിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഏറ്റവും അന്നത്തെ ഫ്രീഡം സ്ട്രഗിളിൻ്റെ ഇടയിലുള്ള മേജർ ക്യാരക്ടേഴ്സ് ഇദ്ദേഹവുമായിട്ട് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ പലപ്പോഴും നമ്മൾ റെഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ ഡീപ്പായിട്ട് പോയാൽ മാത്രം കാണുന്ന സംഗതി. അത് തെരഞ്ഞെടുത്ത് കൊണ്ടുവന്ന് ഇതിൽ കൃത്യമായിട്ട് ആ സംഭാഷണങ്ങളെല്ലാം ഉൾപ്പെടുത്താനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പിന്നാമ്പുറത്ത് നടക്കുന്ന ചില സംഭാഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിമർശകരായാലും അനുകൂലിക്കുന്നവരായാലും ഈ പടം കണ്ടിരിക്കേണ്ടത് വളരെ എന്താ പറയുക, വളരെ അവരുടെ മൊത്തത്തിലുള്ള ഔട്ട്ലുക്കിൽ തന്നെ ഒരു ചേഞ്ച് വരുത്താൻ സാധിക്കുന്ന സാധനമാണ്. തികച്ചും നീതി പുലർത്തി തന്നെയാണ് ഈ പടം പിടിച്ചിട്ടുള്ളത്. എങ്ങനെയായാലും അത് വിമർശിക്കുന്നവർക്ക് എന്തായാലും കണ്ടിരിക്കേണ്ടതാണ്. കാരണം പലപ്പോഴും നമ്മുടെ കേരളത്തിൽ സോഷ്യൽ മീഡിയ പ്രൊപ്പഗാൻഡ വഴി ഇല്ലാത്തതായ കാര്യങ്ങൾ ഒത്തിരി ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും പറയാറുമില്ല. ഇത് സിനിമ അത് ശരിക്കും അതിൻ്റെ എന്താ പറയുക, അതിനുള്ള മറുപടി തന്നെയായിട്ടാണ് അത് പിടിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ എല്ലാം റെഫറൻസുകൾ നോക്കിയാലും നമുക്ക് കൃത്യമായി പലതിലും കാണാവുന്നത് കൊണ്ട് തന്നെ അതിലൊന്നും കൂടുതലായി എഴുതി ചേർത്തിട്ടുമില്ല. എന്നാൽ വളരെ എന്താ പറയുക, റിയലിസ്റ്റിക് ആയിട്ടാണ് പിടിച്ചേക്കുന്നത്. അല്ലാണ്ട് ഭയങ്കര ഒരു ഹാഷ് പുഷായിട്ട് ഒത്തിരി ഇതായിട്ടല്ല പിടിച്ചേക്കുന്നത്. നമ്മളൊരു അദ്ദേഹത്തിനെ കുറിച്ച് അറിയാവുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പടവുമാണ്. ഫിലിം ക്ലബ്ബുണ്ട് തിര എന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങളൊക്കെ തിരയുടെ മെമ്പേഴ്സാണ്. ഞങ്ങളുടെ ആൾക്കാർ കൂടുതൽ ഇന്നും നാളെയൊക്കെ ആയിട്ട് ഇതിൽ കാണാൻ വരുന്നുണ്ട്. ഏതായാലും വിഷ്ണു, ഏതായാലും പുതിയ തലമുറയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ ചരിത്ര കഥയാണ്, ഇതൊരു ബയോപിക്കാണ്. എന്തുമാത്രം ഉണ്ട് പുതിയതായിട്ട് കാര്യങ്ങൾ, എന്തെല്ലാം ചരിത്രമായിട്ട് ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങൾ എന്തെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും? പുതിയ തലമുറയുടെ കാര്യം നല്ല പുതിയ തലമുറയ്ക്കും കൂടി കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് സിനിമ പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ പറ്റി കുറേ നെഗറ്റീവ് ഓൾറെഡി ഉണ്ട്. അതൊക്കെ ഇപ്പോൾ BGM ആയാലും എല്ലാം എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലൊരു പടം തന്നെയാണ് ബിറ്റ്സ്. ഏതായാലും വിഷ്ണു, വലിയൊരു പ്രതികരണം, മികച്ചൊരു പ്രതികരണം തന്നെയാണ് ആളുകളുടെ ഭാഗത്തു നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സിനിമയുടെ ആദ്യ ഷോയാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഏതായാലും വരുന്ന സമയങ്ങളിൽ, അതായത് അടുത്ത ഷോകളിൽ കൂടുതൽ ആളുകൾ തന്നെ സിനിമ കാണാനായിട്ട് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിഷ്ണു, വ്യക്തമാണ്. കിരൺകുമാറാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.